وأسروا قولكم أو اجهروا به إنه عليم بذات الصدور. السلام عليكم ورحمة الله. الحمد لله رب العالمين، نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلن تجد له وليا مرشدا. أما بعد، أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فأما من أوتي كتابه بيمينه فيقول هاؤم اقرءوا كتابيه إني ظننت أني ملاق حسابيه فهو في عيشة راضية في جنة عالية قطوفها دانية كلوا واشربوا هنيئا بما أسلفتم في الأيام الخالية. وأما من أوتي كتابه بشماله فيقول يا ليتني لم أوت كتابيه ولم أدر ما حسابيه يا ليتها كانت القاضية ما أغنى عني ماليه هلك عني സുൽത്താനിയ. പ്രിയപ്പെട്ട വിശ്വാസികളെ, വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പന, നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം കാത്തു സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. റഹ്മാനായ റബ്ബിന്റെ കോടതിയിൽ നാമും നമ്മുടെ കർമ്മങ്ങളും മാത്രം വരുന്ന സമയത്ത് ഒരാളും ഒരാളെയും സഹായിക്കാത്ത ആ ലോകം, അവിടെ രക്ഷപ്പെടുവാൻ സ്വർഗത്തിലേക്ക് നരകത്തിലേക്ക് വിളിക്കപ്പെടുമ്പോൾ സന്തോഷത്തോടെ സ്വർഗത്തിലേക്ക് അള്ളാഹുവിൻ്റെ ഇഷ്ടദാസന്മാരോടൊപ്പം ഒത്തുചേരുവാൻ പണിയെടുക്കുക, പ്രാർത്ഥിക്കുക, അധ്വാനിക്കുക. അതിന് അള്ളാഹു നമുക്കും നാമുമായി ബന്ധപ്പെട്ടവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അന്ത്യനാളിനെ കുറിച്ചാണ് അള്ളാഹു നമ്മെ ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. അന്ത്യനാളെന്ന ഒരു ദിവസം സംഭവിക്കുക തന്നെ ചെയ്യുമെന്നും ആ അന്ത്യനാളിൽ ഇസ്രാഫീൽ അലൈഹിസ്സലാമിന്റെ സൂർ എന്ന കാഹളത്തിലുള്ള ഊത്തുണ്ടാകും. ആ സമയം ഭൂമിയും പർവ്വതങ്ങളും പൊക്കിയെടുക്കപ്പെടുകയും ആ പർവ്വതത്തെയും ഭൂമിയെയും ഇടിച്ചു തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യുമ്പോൾ അന്ത്യനാളുണ്ടാകും. അന്ന് ആകാശം പൊട്ടിപ്പിളരും, അത് കുഴഞ്ഞ് ദുർബലമായിരിക്കും. മലക്കുകൾ നാനാഭാഗങ്ങളിലും ഉണ്ടാകും. റഹ്മാനായ റബ്ബിന്റെ സിംഹാസനം അന്നവരുടെ മീതെ 8 വിഭാഗം മലക്കുകൾ വഹിച്ചുകൊണ്ടിരിക്കും. ആ ദിവസം കൃത്യമായി അവിടെ എല്ലാവരും ഹാജരാക്കപ്പെടും. ഒരാളും ഒഴിവാവുകയില്ല. എന്തെങ്കിലും ഒന്നിനെ, ഏതെങ്കിലും ഒരു വിഷയത്തെ നാം ചെയ്തിട്ടുള്ള, അല്ലെങ്കിൽ ദുനിയാവിൽ നിന്ന് പരിപൂർണമായും നാം രഹസ്യമാക്കി വെച്ച ആ വിഷയങ്ങൾ പോലും അവിടെ പരസ്യമാക്കപ്പെടും. ഒരു കാര്യവും മറച്ചു വെക്കാൻ കഴിയില്ല എന്നൊക്കെ അല്ലാഹു തആല എന്നെയും നിങ്ങളെയും ബോധ്യപ്പെടുത്തി. അതോടുകൂടെ റഹ്മാനായ റബ്ബിന്റെ ആ കോടതിയിൽ എത്തിയാൽ അവിടെ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ള വിവിധങ്ങളായിരിക്കുന്ന സംവിധാനങ്ങളുണ്ട്. അതൊരു മറ്റൊരു ലോകമാണ്. അത് നമുക്കൊന്നും മോഹിക്കാൻ കഴിയുന്നതിന്റെ അപ്പുറമുള്ള ഒരു ലോകമാണ്. റഹ്മാനായ റബ്ബിന്റെ നിയന്ത്രണത്തിലുള്ള ലോകം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അധികാരമോ, നമ്മുടെ സാമർഥ്യമോ, നമ്മുടെ വിദ്യാഭ്യാസമോ, നമ്മുടെ സമ്പത്തോ ഒന്നും ഉപകരിക്കാത്ത ഒരു ലോകം. നമ്മുടെ മാതാപിതാക്കളോ, നമ്മുടെ മക്കളോ, നമ്മുടെ കുടുംബങ്ങളോ, നമ്മുടെ നേതാക്കളോ, നമ്മുടെ അനുയായികളോ ഒന്നും ഒരു നിലക്കും നമുക്ക് ഒരു സഹായവും ചെയ്യാത്ത ആ ലോകത്ത് റഹ്മാനായ റബ്ബ് നമ്മൾ നല്ലവരാണോ, ചീത്ത ആളുകളാണോ, നമ്മുടെ ഭവനം സ്വർഗമാണോ, നമ്മുടെ ഭവനം നരകമാണോ എന്ന് തീരുമാനിക്കുന്ന ആ മഹത്തായ ലോകത്ത് റഹ്മാനായ റബ്ബിന്റെ ആ കോടതിയിൽ അവിടെ റബ്ബ് തആല ഏർപ്പാടാക്കിയിട്ടുള്ള ഒരു ഏർപ്പാടിനെ കുറിച്ചാണ്, ഒരു സംവിധാനത്തെ കുറിച്ചാണ് 19 മുതലുള്ള ആയത്തിൽ അല്ലാഹു തആല പറയുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ 19 മുതൽ ഇൻഷാ അല്ലാഹ് 29 വരെയുള്ള ആയത്തുകളാണ് നാം പഠിക്കുന്നത്. കുറ്റവാളികളാകുന്ന ആളുകൾക്ക് കർമ്മരേഖയുണ്ട്. അതേ പ്രകാരം വിശ്വാസികളാകുന്ന, സജ്ജനങ്ങളാകുന്ന, ഭാഗ്യവാന്മാരാകുന്ന ആളുകൾക്കും കർമ്മരേഖയുണ്ട്. ആ കർമ്മരേഖ എങ്ങനെയാണ് നൽകപ്പെടുക, ഏത് രീതിയിലാണ് നൽകപ്പെടുക എന്നതാണ്
ഈ ആയത്തുകളിലൂടെ അള്ളാഹു എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, മനുഷ്യരാണല്ലോ ഞാനും നിങ്ങളുമൊക്കെ. മനുഷ്യരാകുന്ന ഞാനും നിങ്ങളും ദുനിയാവിൽ നിന്ന് നന്മകൾ ചെയ്യുന്നുണ്ട്, തിന്മകൾ ചെയ്യുന്നുണ്ട്, അല്ലേ? നാം ചെയ്യുന്ന നന്മയാകട്ടെ തിന്മയാകട്ടെ ഒരു കാര്യം പോലും വിട്ടുപോകാതെ നമ്മുടെ സർവ്വ വാക്കുകളും നമ്മുടെ പ്രവർത്തനങ്ങളും എല്ലാം റഹ്മാനായ റബ്ബ് രേഖപ്പെടുത്തി വെക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ രേഖയിൽ നിന്ന് ഒന്നുപോലും വിട്ടുപോവുകയില്ല. ഇദ് യതലഖൽ മുതലഖിയാനി അനിൽ യമീനി വഅനിൽ ശിമാലി ഖഈദ് മാ യൽഫിളു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. വലതുഭാഗത്തും ഇടതുഭാഗത്തും ഇരുന്നു കൊണ്ട് ഏറ്റുവാങ്ങുന്ന രണ്ടുപേർ ഏറ്റുവാങ്ങുന്ന സന്ദർഭം, അവൻ ഏതൊരു വാക്ക് ഉച്ചരിക്കുമ്പോഴും അവന്റെ അടുത്ത് തയ്യാറായി നിൽക്കുന്ന നിരീക്ഷകൻ ഉണ്ടാകാതെ ഇരിക്കുകയില്ല. ഏത് സമയത്തും നമ്മെ നിരീക്ഷിക്കാൻ, അത് രേഖപ്പെടുത്താൻ മലക്കുകളെ അല്ലാഹു തആല ഏർപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ ചെയ്തികൾ അതെത്ര നിസാരമാണെങ്കിലും ആ മലക്കുകൾ അത് എഴുതിയെടുത്ത് ആ രേഖയിൽ സൂക്ഷിക്കുന്നുണ്ട് എന്ന ബോധം നമുക്കുണ്ടാകണം. വ ഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീന യഅലമൂന മാ തഫ്അലൂൻ. തീർച്ചയായും നിങ്ങളുടെ മേൽ ചില മേൽനോട്ടക്കാരുണ്ട്. അല്ലാഹു പറയാ, നിങ്ങളുടെ മേൽ ചില മേൽനോട്ടക്കാരുണ്ട്, രേഖപ്പെടുത്തി വെക്കുന്ന ചില മാന്യന്മാരാണ് അവർ. നിങ്ങൾ പ്രവർത്തിക്കുന്നത് അവർ അറിയുന്നുണ്ട്. അവരുടെ കണ്ണ് വെട്ടിച്ചുകൊണ്ട് ഒരു കാര്യവും ചെയ്യാൻ കഴിയില്ല. ആ മലക്കുകൾ ആ എഴുതി വെക്കുന്ന ആ കർമ്മരേഖ ഖിയാമത്ത് നാളിൽ പ്രവർത്തിച്ച മുഴുവനും അടങ്ങിയിട്ടുള്ള എല്ലാ നന്മകളും തിന്മകളും അടങ്ങിയിട്ടുള്ള ആ കർമ്മരേഖ പ്രിയപ്പെട്ടവരെ എൻ്റെ കയ്യിൽ കിട്ടും. നമ്മുടെയൊക്കെ കയ്യിൽ അത് നൽകപ്പെടും. അതിൽ യാതൊന്നും വിട്ടുപോയിട്ടുണ്ടാവുകയില്ല. ഒന്നും ചേർക്കാതെ ഒരു കാര്യം പോലും അതിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന, ഡിലീറ്റായി പോകുന്ന ഒരു സംവിധാനമില്ല. മറ്റു പലതും ദുനിയാവിൽ നിന്ന് പലതും ഡിലീറ്റായി പോകും, അല്ലെങ്കിൽ മറന്നു പോകും. പക്ഷെ അല്ലാഹു തആല സംവിധാനിച്ചിട്ടുള്ള ആ കർമ്മരേഖയിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത ഒരു കർമ്മവും നഷ്ടപ്പെട്ടു പോവുകയില്ല, വിട്ടുപോവുകയില്ല. ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങളുടെ പ്രതിഫലം ലഭിക്കുവാനായി അവരെ ക്ഷണിക്കുകയും എന്നിട്ട് അവരുടെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയായി ആ കർമ്മരേഖകൾ നൽകും. നമ്മളെയൊക്കെ അല്ലാഹു തആല നാളെ വിളിക്കും, വാ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് നമ്മുടെ കരങ്ങളിലേക്ക് ആ കർമ്മരേഖ നൽകും. ഇതൊക്കെ നമ്മൾ അനുഭവിക്കേണ്ടവരാണ്. വഅശറഖത്തിൽ അർളു ബിനൂരി റബ്ബിഹാ വവുളിഅൽ കിതാബു വജീഅ ബിന്നബിയ്യീന വശുഹദാഇ വഖുളിയ ബൈനഹും ബിൽ ഹഖ് വഹും ലാ യുളമൂൻ. അല്ലാഹു പറയാ, ഭൂമി അതിന്റെ രക്ഷിതാവിന്റെ പ്രഭ കൊണ്ട് പ്രകാശിക്കുകയും കർമ്മങ്ങളുടെ രേഖ വെക്കപ്പെടുകയും, കർമ്മങ്ങളുടെ രേഖ അത് വെക്കപ്പെടുകയും, പ്രവാചകന്മാരും ശുഹദാക്കൾ സാക്ഷികളും കൊണ്ടുവരപ്പെടുകയും ജനങ്ങൾക്കിടയിൽ വളരെ കൃത്യമായി സത്യപ്രകാരം വിധിക്കപ്പെടുകയും ചെയ്യും. വഹും ലാ യുളമൂൻ. അവരോട് ഒരു അനീതിയും കാണിക്കുകയില്ല, ഒരു അനീതിയും അവിടെ ഉണ്ടാവുകയില്ല. നീതിയുടെ ലോകമാണ് അള്ളാഹുവിന്റെ കോടതി, മഹ്ശറാമുറ്റം. വചറാ കുല്ല ഉമ്മത്തിൻ ജാസിയ കുല്ലു ഉമ്മത്തിൻ തുദാ ഇലാ കിതാബിഹൽ യൗമ തുജ്സൗന മാ കുൻതും തഅമലൂൻ ഹാദാ കിതാബുനാ യൻതിഖു അലൈക്കും ബിൽ ഹഖ് ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ. അന്ന് എല്ലാ സമുദായങ്ങളെയും മുട്ടുകുത്തിയ നിലയിൽ നീ കാണുന്നതാണ്. മുട്ടുകുത്തിയ നിലയിലായിരിക്കും എല്ലാവരും ഉണ്ടാവുക. ഓരോ സമുദായവും അതിന്റെ രേഖയിലേക്ക് വിളിക്കപ്പെടും. നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന് ഇന്ന് നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുന്നതാണ് എന്ന് അവരോട് പറയപ്പെടുകയും ചെയ്യും. എന്താണോ നിങ്ങൾ ചെയ്തത്, ആ ചെയ്തതിന് ഇതാ നിങ്ങൾക്ക് പ്രതിഫലം നൽകപ്പെടുകയാണ് എന്ന് പറയും. ഇതാ നമ്മുടെ രേഖ, ഹദാ കിതാബുനാ, ഇതാ നമ്മുടെ രേഖ. നിങ്ങൾക്കെതിരായി അത് സത്യം തുറന്നു പറയുന്നതാണ്. സത്യമേ ആ രേഖ പറയൂ. ആ കർമ്മരേഖയിൽ സത്യം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായും മാ കുൻതും തഅമലൂന, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിനെല്ലാം നാം എഴുതിക്കുന്നുണ്ടായിരുന്നു എന്ന് അല്ലാഹു തആല പറയുമെന്നാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തിയ കർമ്മരേഖ നീ വായിക്കുക എന്നവനോട് പറയും, എല്ലാവരോടും പറയും. അതിൽ എല്ലാം അവൻ വ്യക്തമായി രേഖപ്പെടുത്തി വായിക്കാൻ അവർക്ക് സാധിക്കും. അത് കാണുമ്പോ നമ്മുടെയൊക്കെ ഗുണദോഷങ്ങളുടെയും രക്ഷാശിക്ഷകളുടെയും നേട്ടങ്ങളുടെയും കോട്ടങ്ങളെയും കുറിച്ച് ഓരോരുത്തർക്കും കൃത്യമായി ബോധ്യപ്പെടും. ആ കർമ്മരേഖ ഇങ്ങനെ വായിക്കുമ്പോ ഈ രേഖയിൽ ഒന്നും തന്നെ വിട്ടുപോവുകയില്ല. എല്ലാം വളരെ കൃത്യമാണ്. ചെറുതും വലുതുമായ മുഴുവൻ കാര്യങ്ങളും ഒരു അക്രമവും കൂടാതെ അവിടെ രേഖപ്പെടുത്തുന്നതാണ്. എന്നാൽ സത്യവിശ്വാസികൾക്ക് ഒരു രീതിയിലാണ് ആ കർമ്മരേഖ, അവരെ വിളിച്ചിട്ട് അവരുടെ ആ കർമ്മരേഖ ഒരു രീതിയിലാണ് നൽകുക. അത് നൽകുമ്പോ അവർക്കുണ്ടാകുന്ന സന്തോഷവും, എന്നാൽ അവിശ്വാസികളാകുന്ന സത്യനിഷേധികളാകുന്ന അള്ളാഹു ഇല്ലെന്ന് പറഞ്ഞ് അള്ളാഹു അല്ലാത്തവരെ ആരാധിച്ച് ഈ ലോകത്ത് നടക്കുന്ന ആളുകൾക്ക്, വിശ്വാസികൾക്ക് കൊടുക്കുന്നത് പോലെ അല്ല അവരുടെ കർമ്മരേഖകൾ കൊടുക്കുക. അതാണ്
ഇവിടെ 19ാമത്തെ ആയത്ത് മുതൽ അല്ലാഹു തആല സത്യവിശ്വാസികൾക്ക് എങ്ങനെയാണ് അത് കൊടുക്കുക എന്നതാണ് പറയുന്നത്. فأما من أوتي كتابه بيمينه فأما من അപ്പോൾ ഒരുവൻ ഊതിയ കിതാബഹു അവന് അവന്റെ ഗ്രന്ഥം കൊടുക്കപ്പെട്ടു. ഊതിയ അവന് കൊടുക്കപ്പെട്ടു, കിതാബഹു അവന്റെ ഗ്രന്ഥം അവന് കൊടുക്കപ്പെട്ടു. എവിടെ? ബിയമീനിഹി അവന്റെ വലങ്കയിൽ കൊടുക്കപ്പെട്ടു. ഏതൊരുവന്റെ കർമ്മരേഖ, കിതാബ് കർമ്മരേഖ അവന്റെ വലങ്കയിൽ കൊടുക്കപ്പെട്ടുവോ ഫയഖൂലു അപ്പോൾ അവൻ പറയും, വലത് കയ്യിൽ ആ കർമ്മരേഖ കിട്ടുമ്പോൾ അവൻ പറയും, ഹാ ഉമുഖ്റഊ കിതാബിയ, ഇതാ ഇതൊന്ന് എടുത്തുകൊള്ളുവീൻ, എന്റെ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിച്ചു നോക്കൂ എന്ന് അവർ പറയും. ഇഖ്റഊ വായിക്കുവീൻ, ഹാ ഉമു ഇതാ ഒന്ന് എടുത്തു നോക്കുവീൻ, കിതാബിയ എന്റെ ഗ്രന്ഥം ഒന്ന് എടുത്തു നോക്കുവീൻ എന്നവർ പറയും. എന്ന് പറഞ്ഞാൽ വിശ്വാസികളാകുന്ന ആളുകളുടെ വലത് കയ്യിലാണ് അവന്റെ കർമ്മരേഖ കൊടുക്കുക. ആ കർമ്മരേഖ അവന്റെ കയ്യിൽ കിട്ടുമ്പോ അവൻ സന്തോഷത്തോടുകൂടെ പറയുമെന്നാണ്, ഹാ ഉമുഖ്റഊ കിതാബിയ ഇതാ എന്റെ ഗ്രന്ഥം, എന്റെ കർമ്മരേഖ ഇതൊന്ന് എടുത്ത് ഒന്ന് വായിക്കുവീൻ. മറ്റുള്ള ആളുകൾ അവന്റെ ആ സന്തോഷം, അവന്റെ ആഹ്ലാദം, അവൻ ദുനിയാവിൽ നിന്ന് ചെയ്ത ആ നല്ല വാർത്തകൾ മറ്റുള്ള ആളുകൾ കാണുവാൻ, അതൊന്നവർ വായിച്ചു നോക്കുവാൻ ഈ വിശ്വാസി ആഗ്രഹിച്ചു പോകും, കൊതിച്ചു പോകുമെന്നാണ്. അല്ലാഹു തആല ആ ഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അതാ വലങ്കയിൽ ആ കർമ്മരേഖ സ്വീകരിക്കുന്ന നല്ല വിശ്വാസികളിൽ, നല്ല വിശ്വാസിനികളിൽ ഞങ്ങളെയും ഞങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാവരെയും നീ അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ. പിന്നീട് അല്ലാഹു തആല പഠിപ്പിച്ചു തരിക, ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ തന്റെ വലങ്കയിൽ കിട്ടുമ്പോ ഇതാ ഇതൊന്ന് എടുത്തു നോക്കൂ, എന്നിട്ട് എന്റെ ഈ ഗ്രന്ഥം നിങ്ങളൊന്ന് വായിക്കുവീൻ എന്നവൻ പറയും. മാത്രമല്ല അവൻ പറയാ, ഇന്നി തീർച്ചയായും ഞാൻ വിചാരിച്ചിരുന്നു, എനിക്കറിയാമായിരുന്നു, ഞാൻ ധരിച്ചിരുന്നു, അന്നി തീർച്ചയായും മുലാഖിൻ ഞാൻ കണ്ടുമുട്ടുന്നവനാണെന്ന്, ഹിസാബിയ എന്റെ വിചാരണയെ, തീർച്ചയായും എന്റെ വിചാരണയെ ഞാൻ കണ്ടുമുട്ടുന്നവനാണെന്ന് ഞാൻ മുമ്പേ ധരിച്ചിരുന്നു എന്നവൻ പറയും. ദുനിയാവിൽ നിന്ന് ജീവിക്കുന്ന സമയത്ത് അള്ളാഹു എനിക്ക് ആയുസ്സും ആരോഗ്യവും നൽകിയപ്പോ, അള്ളാഹു എനിക്ക് സമ്പത്ത് നൽകിയപ്പോ, അള്ളാഹു എനിക്ക് ജീവിക്കാനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ദുനിയാവിൽ നൽകിയപ്പോ ഇങ്ങനെ ഒരു ദിവസം ഉണ്ടാകുമെന്നും എന്റെ കർമ്മരേഖ എന്റെ കയ്യിൽ കിട്ടുമെന്നും അതെല്ലാം രേഖപ്പെടുത്തി വെക്കുവാൻ അള്ളാഹു സംവിധാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നും ഇവിടെ ഈ ഒരു വിചാരണയെ നേരിടേണ്ടി വരുമെന്നും ഇന്നി വനന്തു അന്നി മുലാഖിൻ ഹിസാബിയ ഈ ഒരു വിചാരണയുണ്ടാകുമെന്ന് ഞാൻ മുമ്പേ ധരിച്ചിരുന്നു എന്ന് അന്ന് അള്ളാഹുവിന്റെ കോടതിയിൽ, അള്ളാഹിന്റെ ദർബാറിൽ വെച്ച്, ആ മഹ്ശറ വൻസഭയിൽ വെച്ചുകൊണ്ട് ഈ വിശ്വാസി പറയുമെന്ന, ദുനിയാവിൽ നിന്ന് തന്നെ എനിക്കത് അറിയാമായിരുന്നു ഇങ്ങനത്തെ ഒരു ദിവസം. പ്രിയപ്പെട്ടവരെ, നമുക്കതിന് കഴിയണം. ആ ഒരു ദിവസം ഉണ്ടാകുമല്ലോ. നമ്മൾ എങ്ങനെ നടന്നാലും അത് തീർച്ചയായും ആ ഒരു ദിവസം ഉണ്ടാകും. അവിടെ നമ്മുടെ വലങ്കയിൽ സന്തോഷത്തോടുകൂടെ ആ വലങ്കയിൽ ആ ഗ്രന്ഥം കർമ്മരേഖ ഏറ്റുവാങ്ങാനുള്ള സൗകര്യം നമുക്കുണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഫഹുവ ഫീ ഐശത്തിൻ റാദിയ ഫഹുവ അപ്പോൾ അവൻ എപ്പോൾ കർമ്മരേഖ വലങ്കയിലാണ് അവന് കിട്ടിയതെങ്കിൽ അവൻ ഫീ ഐശ ജീവിതത്തിലാണ്. എങ്ങനെയുള്ള ജീവിതം? റാദിയ ഏറെ സന്തോഷകരമായ, തൃപ്തികരമായ, ഒരു ടെൻഷനുമില്ലാത്ത തൃപ്തികരമായ ജീവിതത്തിലായിരിക്കും അവനുണ്ടാവുക. പക്ഷെ എന്ത് വേണം? അവിടെ ഈശത്തുർ റാദിയ കിട്ടണമെങ്കിൽ, സന്തോഷകരമായ സംതൃപ്തമായ ജീവിതം നാളെ പരലോകത്ത് നമുക്ക് ലഭ്യമാകണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ കർമ്മരേഖ നമ്മുടെ വലങ്കയിൽ കിട്ടണം. കർമ്മരേഖ വലങ്കയിൽ കിട്ടണമെങ്കിൽ എന്ത് വേണം? നമ്മൾ വിശ്വാസികളായി ജീവിക്കണം, അള്ളാന്റെ കൽപ്പന സ്വീകരിക്കുന്നവരാകണം, മുത്ത് റസൂലിന്റെ അവിടുത്തെ സുന്നത്ത് ഇത്തിബാഇ ചെയ്യുന്നവരാകണം, അതിനുവേണ്ടി പണിയെടുക്കണം, അതിനുവേണ്ടി അധ്വാനിക്കണം. എന്നാൽ ആ കർമ്മരേഖ നമ്മുടെ വലങ്കയിൽ കിട്ടും. വലങ്കയിൽ കിട്ടിയാൽ അവരുടെ ജീവിതം പിന്നീട് സംതൃപ്തമായിരിക്കും. ഫീ ജന്നത്തിൻ ആലിയ, ഫീ ജന്നത്തിൻ ആലിയ. ഏതാണ് ആ സംതൃപ്തമായ ജീവിതം? ഫീ ജന്ന, അതായത് സ്വർഗത്തിലായിരിക്കും ഉണ്ടാവുക. ആലിയ, ഏറ്റവും ഉന്നതമായ, ഏറ്റവും ആലിയ, ഏറ്റവും മേലെയായ, ഏറ്റവും ഉന്നതമായ സ്വർഗത്തിലായിരിക്കും, സന്തോഷകരമായ ജീവിതമായിരിക്കും അവനുണ്ടാവുക. അതിലെ പഴങ്ങൾ, ആ സ്വർഗത്തിലെ പഴക്കുലകൾ ദാനിയ, അടുത്തു താണു വരുന്നവയായിരിക്കും. അതിലുള്ള പഴങ്ങൾ അവൻ ഉദ്ദേശിക്കുന്നുവോ അത് കിട്ടാത്ത പ്രശ്നം വരികയില്ല. അത് എറിഞ്ഞു പറിക്കേണ്ട ആവശ്യം വരികയില്ല. അവൻ ആഗ്രഹിക്കുന്നതിനനുസരിച്ച് അവൻ ഇഷ്ടപ്പെട്ട പഴങ്ങൾ, കുച്ചൂഫ്, അതിലുള്ള പഴങ്ങൾ ഏറ്റവും അടുത്ത് അവനിക്ക് ലഭ്യമാകുന്ന, അവനിക്ക് കിട്ടാവുന്ന അകലത്തിലായിരിക്കും അതുണ്ടാവുക. സ്വർഗത്തിലെ പഴങ്ങൾ
എന്നിട്ടോ കുലൂ വശ്റബൂ ഹനിഅം ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, എന്നിട്ട് അവരോട് പറയും കുലൂ, നിങ്ങൾ തിന്നുക, വശ്റബൂ, നിങ്ങൾ കുടിക്കുകയും ചെയ്യുക, നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളൂ, ഹനിഅ, ഏറെ ആനന്ദകരമായി, സന്തോഷത്തോടുകൂടെ തിന്നോളൂ, കുടിച്ചോളൂ, ബിമാ അസ്ലഫ്തും, നിങ്ങൾ മുമ്പ് ചെയ്തതിന്റെ കാരണത്താൽ, ഫിൽ അയ്യാമിൽ ഖാലിയ, അയ്യാമ് ദിവസങ്ങളിൽ, കാലങ്ങളിൽ, അൽ ഖാലിയ, നിങ്ങൾ കഴിഞ്ഞുപോയ കാലങ്ങളിൽ നിങ്ങൾ ഒരുപാട് കാര്യം ചെയ്തിട്ടുണ്ട്. പലതും അള്ളാഹുവിന്റെ ഈ സ്വർഗത്തിലെത്താൻ നിങ്ങൾ അധ്വാനിച്ചവരാണ്, നിങ്ങളുടെ സമ്പത്ത് ചെലവഴിച്ചവരാണ്, നിങ്ങളുടെ ആരോഗ്യം അതിനുവേണ്ടി ചെലവഴിച്ചു, സമയം ചെലവഴിച്ചു, സമ്പത്ത് ചെലവഴിച്ചു. നിങ്ങൾ മുൻകൂട്ടി ബിമാ അസ്ലഫ്തും ഫിൽ അയ്യാമിൽ ഖാലിയ, കഴിഞ്ഞു പോയ ദിവസങ്ങളിൽ നിങ്ങൾ മുമ്പ് ചെയ്തു വെച്ചതിന്റെ ഫലമായിട്ട് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളൂ, അത് ആനന്ദകരമായി തന്നെ നടക്കട്ടെ എന്ന് അല്ലാഹു തആല അവരോട് പറയും എന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്നത്. വിശ്വാസികളുടെ വലത് കൈയിലാണ് കർമ്മരേഖ നൽകുക. അപ്പോൾ അവർ സന്തോഷത്തിലായിരിക്കും, ആഹ്ലാദത്തിലായിരിക്കും, സ്വർഗത്തിലായിരിക്കും. എന്നാൽ അവിശ്വാസികളുടേതോ അങ്ങനെയല്ല. ഒരുവന്റെ ഇടത് കൈയിലാണ് അവന്റെ കർമ്മരേഖ നൽകപ്പെടുന്നതെങ്കിൽ, കൊടുക്കപ്പെട്ടവൻ, കിതാബഹു, അവന്റെ കർമ്മരേഖ, ബിഷിമാലിഹി, അവന്റെ ഇടങ്കൈയിലാണ് കിട്ടുന്നതെങ്കിൽ, ഫയഖൂൽ, അവൻ പറയുന്നത്, വിശ്വാസികളുടെ വർത്തമാനം അല്ലാഹു തആല പറഞ്ഞല്ലോ, അവൻ വലിയ സന്തോഷത്തിലാണ് പറയാ, ഫയഖൂലു ഹാ ഉംഖറഉ കിതാബിയ ഇന്നി ളനന്തു അന്നി മുലാഖിൻ ഹിസാബിയ എന്നാണ് പറയാ വിശ്വാസി. എന്നാൽ അവിശ്വാസികളാകുന്ന ആളുകൾ എന്താ പറയാ? ഫയഖൂലു, അവൻ പറയും, യാ ലൈതനി, ഞാൻ ആയിരുന്നുവെങ്കിൽ നന്നായിരുന്നു. ഇടത് കൈയില കർമ്മരേഖ, അവൻ ചെയ്തു കൂട്ടിയ ദുനിയാവിൽ നിന്ന് അവൻ ചെയ്ത കർമ്മങ്ങൾ മാത്രമേ അവന്റെ കർമ്മരേഖയിൽ ഉണ്ടാകൂ, വേറെ ഒരാളുടേതും ഉണ്ടാവില്ല. അവൻ ചെയ്ത ദുൽമുകളും അവൻ ചെയ്ത അക്രമങ്ങളും അവൻ ചെയ്ത അനീതികളും അവൻ വല്ല നല്ലതും ചെയ്തിട്ടുണ്ടെങ്കിൽ അതുണ്ടാകും. ആ കർമ്മരേഖ അവന്റെ ഇടത് കൈയിൽ അങ്ങ് കൊടുക്കുമ്പോ അവൻ പറയണെന്താ? യാ ലൈതനീ, ഞാൻ ആയിരുന്നുവെങ്കിൽ നന്നായിരുന്നേനെ. ലം ഊച്ച, എനിക്ക് നൽകപ്പെടാതിരുന്നെങ്കിൽ, കിതാബിയ, എന്റെ ഗന്ധം, എന്റെ ഈ കർമ്മരേഖ എനിക്ക് കിട്ടിയിട്ടില്ലായിരുന്നുവെങ്കിൽ, ഞാൻ കണ്ടിട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അവൻ അവിടുന്ന് സങ്കടപ്പെടുമെന്നാണ് അള്ളാഹു പറയുന്നത്. അള്ളാഹു കാക്കുമാറാവട്ടെ. വലം അതിരി മാ ഹിസാബിയ, വലം അതിരി, ഞാൻ അറിയാതെയിരുന്നെങ്കിൽ, മാ ഹിസാബിയ, എന്റെ വിചാരണ എന്താണെന്ന്, ഹിസാബ് വിചാരണ, ഹിസാബിയ, എന്റെ വിചാരണ എന്താണെന്ന് ഞാൻ അറിയാതിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്നവൻ പറയും. യാ ലൈതഹാ കാനത്തിൽ ഖാലിയ, യാ ലൈതഹാ, ആയിരുന്നെങ്കിൽ നന്നായിരുന്നേനെ, കാനത്തിൽ ഖാലിയ, കാനത്തിൽ ഖാലിയ, അതോടുകൂടെ എല്ലാ തീരുമാനങ്ങളും അവസാനിച്ചിരുന്നുവെങ്കിൽ, ഖാലിയ, തീരുമാനം അതോടുകൂടെ അവസാനിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു എന്നവൻ പറയും. അതോടുകൂടെ എന്ന് പറഞ്ഞാൽ മരണത്തോടുകൂടെ, എന്റെ മരണത്തോടുകൂടെ എല്ലാം അവസാനിച്ച് ആ മണ്ണിൽ ഞാനങ്ങ് ലയിച്ചിരുന്നുവെങ്കിൽ, മരണാനന്തരം ഒരു ജീവിതം ഇല്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് അവൻ പറയും. മാ അഗ്ന അന്നീ മാലിയ, വീണ്ടും അവൻ സങ്കടപ്പെടുകയാണ്. ആ ഇടതു കൈയിൽ അവന്റെ കർമ്മരേഖ കിട്ടുമ്പോ അവൻ സങ്കടത്തോടെ വിഷമത്തോടുകൂടെ പറയാണ്, മാ അഗ്ന, ഉപകരിച്ചില്ല, അന്നീ, എനിക്ക് ഉപകരിച്ചില്ലല്ലോ, മാലിയ, എന്റെ ധനം. ദുനിയാവിൽ എനിക്ക് ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, ഞാൻ വലിയ സമ്പന്നനായിരുന്നു, ആ സമ്പത്തിന്റെ പേരിൽ ഞാൻ അഹങ്കരിച്ചിരുന്നു, പലരെയും ചെറുതായി ഞാൻ കണ്ടിരുന്നു. പക്ഷേ എന്റെ സമ്പത്തുകളൊന്നും അവന അന്നീ മാലിയ, എന്റെ ധനം എനിക്ക് ഉപകരിച്ചില്ല എന്നവൻ പറയും. മാത്രമല്ല, ഹലക അന്നീ സുൽത്താനിയ, ഹലക അന്നീ, എന്നിൽ നിന്ന് വിട്ടുപോയി, എനിക്ക് നഷ്ടപ്പെട്ടു പോയി, സുൽത്താനിയ, സുൽത്താനി, അധികാരം, എന്റെ ശക്തി. ദുനിയാവിൽ വലിയ ശക്തിമാനായിരുന്നു ഞാൻ, എനിക്കൊരുപാട് അധികാരങ്ങൾ ഉണ്ടായിരുന്നു, ആരെയും തോൽപ്പിക്കാൻ. ഞാൻ എന്ത് തമ്മാടിത്തരം ചെയ്താലും, ഞാൻ എന്ത് തന്നെ ചെയ്താലും അതിനെ ന്യായീകരിക്കാൻ എന്റെ പിന്നാലെ കുറെ ആളുണ്ടായിരുന്നു. പക്ഷേ ഹലക അന്നീ സുൽത്താനിയ, എന്റെ സ്വാധീന ശക്തിയും എന്റെ അധികാര ശക്തികളുമെല്ലാം എന്നിൽ നിന്ന് ഇതാ ഈ ദിവസം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഇവിടെ എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റക്കാണ്.
എന്റെ അധികാരം എനിക്ക് ഉപകാരപ്പെട്ടില്ല, എന്റെ സമ്പത്ത് എനിക്ക് ഉപകാരപ്പെട്ടില്ലല്ലോ ഇന്നത്തെ ദിവസം. അതുകൊണ്ട് ഇങ്ങനെ ഒരു ദിവസം വന്നില്ലായിരുന്നുവെങ്കിൽ, എനിക്കൊരു വിചാരണ നേരിടേണ്ട സാഹചര്യമില്ലായിരുന്നുവെങ്കിൽ, ഈ ഗ്രന്ഥം എനിക്ക് നൽകപ്പെട്ടില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്ന് ആ അവിശ്വാസിയായ മനുഷ്യൻ പറയുമെന്നാണ് അല്ലാഹു തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ വലത് കൈയിൽ കർമ്മരേഖ കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുക, പ്രാർത്ഥിക്കുക, പ്രയത്നിക്കുക. ഇടത് കൈയിലാണ് ആ കർമ്മരേഖ കിട്ടുന്നതെങ്കിൽ പിന്നീട് അതോടുകൂടെ അവന്റെ ജീവിതം വളരെ ദുസ്സഹമായിരിക്കും, വളരെ പ്രയാസത്തിലായിരിക്കും. പക്ഷേ വലത് കൈയിലാണെങ്കിൽ വല്ലാത്ത സന്തോഷമായിരിക്കും ഉണ്ടാവുക എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് നിവേദനം ചെയ്ത ഒരു ഹദീസിൽ നമുക്ക് കാണാം, അന്നഹാ ദകറത്തിൻ നാറ ഫബകത്. ആയിഷ റളിയല്ലാഹു അൻഹ നരകത്തെക്കുറിച്ച് ചിന്തിച്ച് കരയുകയാ, നരകത്തിന്റെ ഭയാനകതയെക്കുറിച്ച് ആലോചിച്ച് കരയുക. അള്ളാന്റെ റസൂൽ ചോദിച്ചു, മാ യുബ്കീകി, എന്തിനാ ആയിഷ നീ കരയണത്, എന്തിനാ നീ കരയുന്നത്? ഖാലത്ത്, ആയിഷ ഉമ്മ പറഞ്ഞു, ദകർതുൻ നാർ ഫബകൈതു. അള്ളാന്റെ റസൂലെ, നരകത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് കരഞ്ഞതാണ്, നരകത്തെക്കുറിച്ച് ആലോചിച്ചിട്ട് കരഞ്ഞതാണ്. ഫഹൽ തദ്കുറൂന അഹ്ലീകും യൗമൽ ഖിയാമ, അന്ത്യനാളിൽ അങ്ങയുടെ കുടുംബത്തെ ഓർക്കുവോ നബിയെ? സ്വന്തം ഭാര്യയാകുന്ന ആയിഷ ഉമ്മയെ തന്റെ ഭർത്താവിനോട് ചോദിക്കുക, റസൂലുള്ളാഹിനോട് ചോദിക്കുക, നബിയെ, നാളെ ആ പരലോകത്തുനിന്ന് അങ്ങ് അഹ്ലീക്കും, നിങ്ങളുടെ കുടുംബത്തെ ഓർക്കുമോ നബിയെ നിങ്ങൾ? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ പ്രിയതമയാകുന്ന ആയിഷയോട് പറയാ, അമ്മാ ഫീ സലാസതി മവാതിന ഫലാ യദ്കുറു അഹദുൻ അഹദ. ആയിഷ, മൂന്ന് സ്ഥലമുണ്ട്, ആ മൂന്ന് സ്ഥലത്ത് നിന്ന് ഒരാൾക്കും ഒരാളെയും ഓർക്കാൻ കഴിയൂല ആയിഷ. ഒരാൾക്കും ഒരാളെയും ഓർക്കാൻ കഴിയാത്ത മൂന്ന് സ്ഥലങ്ങളുണ്ട്. ഒന്ന് ഇൻദൽ മീസാൻ, മീസാനിന്റെ അടുക്കൽ വെച്ചാണ്, തുലാസിന്റെ അടുക്കൽ വെച്ച് കനം കുറഞ്ഞതോ കൂടിയതോ എന്ന് അറിയുന്നത് വരെ ഒരാളെ കുറിച്ചും ചിന്തിക്കാൻ കഴിയില്ല ആയിഷ. രണ്ടാമത്തേത് വഇൻദൽ കിതാബി ഹീന യുഖാലു ഹാ ഉംഖറഉ കിതാബിയ ഹത്താ യഅലമ ഐന യഖഉ കിതാബുഹു അഫി യമീനിഹി അം ഫീ ശിമാലിഹി അം മിൻ വറാഇ ളഹ്രിഹി. എന്താ പറഞ്ഞത്? അള്ളാന്റെ റസൂല് ഉമ്മയോട് പറഞ്ഞു കൊടുക്കുകയാണ്, ഗ്രന്ഥം നൽകുന്ന വേളയിലാണ്, ഈ കർമ്മരേഖ നൽകുന്ന വേളയിലാണ്, ഇതാ എന്റെ ഗ്രന്ഥം ഒന്ന് വായിച്ചു നോക്കൂ എന്ന് സന്തോഷത്തോടുകൂടെ പറയപ്പെടുന്ന ആ സന്ദർഭം വരെ തന്റെ ഗ്രന്ഥം വലത് കൈയിലാണോ ഇടത് കൈയിലാണോ അതല്ലെങ്കിൽ പിന്നിലൂടെയാണോ ലഭിക്കുക എന്ന് അറിയുന്നത് വരെ, വലത് കൈയിലാണോ ഇടത് കൈയിലാണോ, സന്തോഷമാണോ ദുഃഖമാണോ ഉണ്ടാകുക എന്നറിയുന്നത് വരെ ആ കർമ്മരേഖ നൽകപ്പെടുന്ന സമയത്ത് ആയിഷ സ്വന്തം കുടുംബത്തെ ഓർക്കാൻ കഴിയില്ല ഒരാൾക്കും. മൂന്നാമത്തെ സ്ഥലം നരകത്തിന്റെ മുകളിൽ പാലം നാട്ടപ്പെടുമ്പോ ആ പാലത്തിന്റെ അടുത്ത് വെച്ച് ഒരാൾക്കും ഒരാളെയും ഓർക്കാൻ കഴിയില്ല ആയിഷ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ഭാര്യയോട് പറഞ്ഞത് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ സ്വർഗത്തിൽ അള്ളാഹുവിന്റെ കോടതിയിൽ വലത് കൈയിലാണ് കർമ്മരേഖ കിട്ടുന്നതെങ്കിൽ ആ കർമ്മരേഖ വാങ്ങിയതിന് ശേഷം അല്ലാഹു തആല വിശ്വാസികളെ ചെറിയ രൂപത്തിൽ വിചാരണ ചെയ്യുകയും അവരുടെ പാപങ്ങൾ പുറത്തു കൊടുക്കുകയും അവരുടെ തിന്മകൾ മായ്ച്ചു കളയുകയും എന്നിട്ട് നന്മയുടെ രേഖ അവർക്ക് നൽകുകയും ചെയ്യും എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ആ നല്ലവരിൽ ഉൾപ്പെടുവാൻ, കർമ്മരേഖ വലം കൈയിൽ കിട്ടുവാൻ നമ്മളൊക്കെ പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും അള്ളാഹു ഇഷ്ടപ്പെട്ട കർമ്മങ്ങളിൽ ധാരാളമായി മുന്നേറുകയും ചെയ്യുക, പ്രാർത്ഥിക്കുക. അതിന് അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാദാ, വലം കൈയിൽ കർമ്മരേഖ ഏറ്റുവാങ്ങുന്ന ആ സന്തോഷവാന്മാരാകുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഫഹുവ ഫീ ഐശത്തിൻ റാളിയ ഫീ ജന്നത്തിൻ ആലിയ ഖുതൂഫുഹാ ദാനിയ എന്ന് പറഞ്ഞ ആ സന്തോഷവാന്മാരുടെ കൂട്ടത്തിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണം റഹ്മാനെ. ഇടത് കൈയിൽ കർമ്മരേഖ സ്വീകരിക്കേണ്ട ദൗർഭാഗ്യവാന്മാരിൽ അള്ളാഹുവെ ഞങ്ങൾ ആരെയും നീ ഉൾപ്പെടുത്തരുത് റഹ്മാനെ. أقول قولي هذا أستغفر الله العظيم لي ولكم وأستغفره أني وعنكم وعن جميع المسلمين والمؤمنين أجمعين واستغفروا إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.